തനിക്ക് നേരെയുണ്ടായ ആക്രമണം ഭീരുത്വമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ജനസമ്പർക്ക പരിപാടി തുടരും. മുമ്പത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും പ്രതികരണം. ഔദ്യോഗിക വസതിയിലെ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. പരാതി നൽകാനെന്ന വ്യാജനെത്തിയ ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംജിയാണ് ആക്രമണം നടത്തിയത്. ഇയാളെ പിടികൂടി വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇപ്പോഴും മനസ്സിലാകാൻ ബാക്കിയുള്ളത് എന്തിനായിരുന്നു ഈ ആക്രമണം എന്നുള്ളതാണ്. ഇപ്പോൾ രേഖ ഗുപ്ത പ്രതികരിക്കുന്നു, ഇത് ഭീരുത്വമാണെന്നൊക്കെ പറയുന്നെങ്കിലും എന്തായിരുന്നു മോട്ടീവ്? എന്തിനാണ് ഇയാൾ അവിടെ എത്തിയത്? എന്തിനായിരുന്നു മുഖ്യമന്ത്രിയെ ആക്രമിച്ചത്? ഇതിൽ എന്തെങ്കിലും വ്യക്തത ഇപ്പോൾ വരുന്നുണ്ടോ? അക്കാര്യങ്ങളിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണ്, അന്വേഷണം നടക്കുകയാണ്. പോലീസിനെ കൂടാതെ ഇന്റലിജൻസും സ്പെഷ്യൽ സെല്ലും ഈ പ്രതി രാജേഷ് കിംജിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി. എന്തായാലും പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ആക്രമിക്കാൻ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. എന്തായാലും രേഖാ ഗുപ്തയുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. എക്സ്പോസ്റ്റിലാണ് രേഖാ ഗുപ്ത ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് തനിക്ക് നേരെ ഉണ്ടായ ആക്രമണം അത് ഡൽഹിയെയും പൊതുജനക്ഷേമത്തെയും സേവിക്കാനുള്ള ദൃഢനിശ്ചയത്തിന് നേരെയുള്ള ഭീരുത്വ ശ്രമമാണ്. ഈ ആക്രമണത്തിന് ശേഷം താൻ ഞെട്ടിപ്പോയി. പക്ഷെ ഇപ്പോൾ തനിക്ക് സുഖം തോന്നുന്നുണ്ട്. തന്റെ അഭ്യുതകാംക്ഷികൾ തന്നെ കാണാൻ മെനക്കെടരുതെന്ന് രേഖാ ഗുപ്ത അഭ്യർത്ഥിക്കുന്നുണ്ട്. കൂടാതെ ഇത്തരം ആക്രമണങ്ങൾക്ക് ഒരിക്കലും തന്റെ മനസ്സിനെയും ഈ പൊതുജനത്തെ സേവിക്കാനുള്ള ദൃഢനിശ്ചയത്തെയും തകർക്കാൻ കഴിയില്ല. മുമ്പത്തേക്കാൾ ഊർജ്ജസ്വലതയോടെ തന്നെ ഈ ജനസമ്പർക്ക പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നും രേഖാ ഗുപ്ത ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.